ഹലോ ഗായ്സ്, അപ്പം നമുക്ക് ഇന്നൊരു ക്യൂട്ട് ഫ്ലവർ ഉണ്ടാക്കാം കേട്ടോ. അതിനുവേണ്ടി ഞാൻ തന്നെ ഒരു ചാർട്ട് പേപ്പർ ആട്ടോ എടുത്തിട്ടുള്ളത്. ചാർട്ട് പേപ്പറിൽ നിന്ന് ഒരു A4 സൈസിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കളർ പേപ്പർ ഉണ്ടെങ്കിൽ അതെടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇത്തിരി ക്യൂട്ടാകാൻ വേണ്ടി പിങ്ക് എടുത്തതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റിൽ വേണമെങ്കിലും ചെയ്യാം, എങ്കിലും കളർ എടുക്കുന്നതായിരിക്കും കൂടുതൽ ഭംഗി. എന്നിട്ട് പിന്നെ ഞാൻ ഈ വീഡിയോയിൽ കാണുന്ന പോലെയൊക്കെ ആ ഒരു ചാർട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫോൾഡ് ചെയ്തിട്ട് ഞാൻ 2 റെക്റ്റാങ്കിൾ ആട്ടോ അതിനകത്ത് വരച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരുമിച്ച് എല്ലാം കൂടെ കട്ട് ചെയ്യാം. എനിക്ക് അത്രയും കൂടെ കട്ട് ചെയ്യാൻ അത്യാവശ്യം ചാർട്ടല്ല, അപ്പോൾ ഇതിൽ കട്ട് ചെയ്യണമല്ലോ, അപ്പോൾ ഒരുമിച്ച് കട്ട് ചെയ്യാൻ പറ്റത്തുകൊണ്ട് ഞാൻ 2ആയിട്ട് വരച്ചിട്ടാട്ടോ കട്ട് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ കാണുന്ന പോലെയൊക്കെ ഞാൻ അളവൊക്കെ എടുത്തൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ 4x6 സെൻറ്റിമീറ്റർ എന്തോ ആണ് ഞാൻ റെക്റ്റാങ്കിളിന് ലെങ്ത്ത് എടുത്തത്. ഞാൻ മറന്നു പോയിട്ടോ, അതാട്ടോ ഞാൻ പറയാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ കാണിക്കായിരുന്നു. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാം ഒരളവാവാൻ ശ്രദ്ധിക്കുക, എന്നാലേ നമ്മളെ ഫ്ലവറിന് ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. പിന്നെ ഈ വീട് രാത്രി ആട്ടോ എടുത്തത്, അതുകൊണ്ട് ലൈറ്റിൻ്റെ ഇഷ്യൂ കാണും. ഞാൻ ലാമ്പൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാട്ടോ എടുക്കുന്നത്. രാവിലെ എടുക്കാൻ എനിക്ക് സമയമില്ല, അതുകൊണ്ട് രാത്രി എടുക്കുന്നത്. അപ്പം എനിക്ക് ഒരു 2-3 ഫ്ലവറും കൂടെ ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുള്ളൂ. രാത്രി ആയതുകൊണ്ട് സമയമില്ലായിരുന്നു. ഒരു 10 മണി 11 മണിയോളം ആയായിരുന്നു ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത്. അപ്പം അതുകൊണ്ട് എനിക്ക് കൂടുതൽ ഉണ്ടാക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ഒരെണ്ണം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. നമുക്കിനി വേണമെങ്കിൽ ഞാൻ ഷോർട്സ് ആയിട്ട് വല്ലതും ബൊക്കെ പോലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്, ഈ ഫ്ലവറൊക്കെ വെച്ചിട്ട്. അപ്പം നമുക്ക് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ ആ ഒരു റെക്റ്റാങ്കിളെല്ലാം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നടുക്ക് ഇതേപോലൊരു വെട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതേപോലൊരു വെട്ട് എല്ലാ പീസിലും ഇട്ട് കൊടുക്കുക. ഒരു 10 പീസ് എങ്ങാനും മതിയായിരിക്കും. ഞാൻ ഇപ്പോൾ ഒരു 2-3-4 പീസ് എടുത്തിട്ടുണ്ട്. 2-3 ഫ്ലവർ ഉണ്ടാക്കുവാണെങ്കിൽ അത് വേണമല്ലോ, അപ്പം ഞാൻ അത്രയും പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങളൊരു 8 കട്ട് ചെയ്താൽ മതി കേട്ടോ. അതുകൊണ്ട് അതിൻ്റെ ഇതേപോലെ ഒരു സൈഡിൽ ഫെവിക്കോൾ തേച്ചിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. പിന്നെ ഒട്ടിക്കുമ്പോൾ ഫെവിക്കോൾ തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഗ്ലൂ ഗണ്ണൊക്കെ വേണമെങ്കിലും യൂസ് ചെയ്യാം, എങ്കിൽ എനിക്ക് തോന്നുന്നു ഫെവിക്കോൾ ആയിരിക്കും കൂടുതൽ നല്ലത്. ഫെവിക്കോൾ തന്നെ മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യാൻ നോക്കാം കേട്ടോ. അങ്ങനെ ഞാൻ എല്ലാ പീസുകളിലും ഇതേപോലെ ചെയ്ത് കൊടുക്കണം. ഞാൻ 9 പീസാട്ടോ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. 9 എണ്ണത്തിലാണ് ഞാൻ ഇതേപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് 8 ആയാലും മതി, 8 ആയാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പം 9 എടുക്കുന്നതേ ഉള്ളൂ. പിന്നെ ചാർട്ടായതുകൊണ്ട് കുറച്ച് കട്ടി ഉണ്ടായിരുന്നല്ലോ, അപ്പം ഞാൻ ഒട്ടിച്ചപ്പം കുറച്ചൊക്കെ ഇളകി പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വീണ്ടും ഒട്ടിച്ച് കൊടുത്തു കേട്ടോ. അപ്പം ഇനി നമുക്ക് വേണ്ടത് ഒരു കളർ പേപ്പർ ആട്ടോ. കളർ പേപ്പറിന് ഇതേപോലെ ഒരു പേപ്പർ, അതായത് കുഞ്ഞു കഷ്ണം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു പേപ്പറിൻ്റെ 1/4 ഭാഗം മതി കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ റോൾ ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കമ്പിയൊക്കെ ഉണ്ടല്ലോ ഫ്ലവറിനൊക്കെ യൂസ് ചെയ്യുന്ന, ആ കമ്പി ആയാലും മതി. അതിനകത്ത് ജസ്റ്റ് ഗ്രീൻ കളർ ടേപ്പോ അല്ലെങ്കിൽ ഗ്രീൻ പെയിൻറ്റോ എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ ഗ്രീൻ പേപ്പർ ഇതേപോലെ ചുറ്റി കൊടുത്താലും മതി. നിങ്ങൾക്ക് ഏത് രീതി വേണമെങ്കിലും അത് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ച ആ ഒരു പെറ്റൽസ് ഇല്ലേ, ആ പെറ്റൽസിൻ്റെ 2 അറ്റവും ഇതേപോലെ ഒന്ന് ചുരുട്ടി കൊടുക്കുന്നുണ്ട്, ഈ വീഡിയോയിൽ കാണുന്ന പോലെ. എന്നിട്ട് ആ സ്റ്റെമ്മിലേക്ക് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അഥവാ നിങ്ങളിൽ ആ ഒരു സ്റ്റെം ഉണ്ടാക്കാനായിട്ട് ഒന്നും ഇല്ലെങ്കിൽ ഈർക്കിലി ഉണ്ടല്ലോ, ഈർക്കിലിയിൽ ഗ്രീൻ കളർ അടിച്ചു കൊടുത്താൽ മതി. അതും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബാംബൂ സ്റ്റിക്ക് വെക്കാം കേട്ടോ. ബാംബൂ സ്റ്റിക്കായാലും നല്ലതായിരിക്കും. അപ്പോൾ അതിലേതെങ്കിലുമൊക്കെ നിങ്ങളൊന്ന് യൂസ് ചെയ്യുക. പിന്നെ അങ്ങനെ ഞാൻ ഓരോ പെറ്റൽസ് ആയിട്ട് ഇതേപോലെ അറ്റം ചുരുട്ടിയിട്ട് ഫെവിക്കോൾ തേച്ച് തന്നെ ഇതേപോലെ താഴെ ഫെവിക്കോൾ തേച്ചിട്ട് എല്ലാം ഒട്ടിച്ച് കൊടുക്കും. നിങ്ങൾക്ക് വീഡിയോ കാണാൻ മനസ്സിലാവും കേട്ടോ. അപ്പോൾ എല്ലാ പെറ്റൽസും ഞാൻ അതേപോലെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഗൈസ്, ഞാൻ എല്ലാ പെറ്റൽസും ഞാൻ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ കാണാൻ നല്ല രസമല്ലേ, ഒരു റോസ് ഫ്ലവറിൻ്റെ ലുക്കൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ ചെയ്തു വന്നപ്പം. അപ്പം ഇനി ഞാൻ ചെയ്യുന്നത് ഇതിൻ്റെ ലീഫാട്ടോ. അപ്പോൾ ആദ്യം തന്നെ 2 തരം ലീഫ് ചെയ്യുന്നുണ്ട്. ആദ്യം തന്നെ ഒരു കുഞ്ഞ് സ്ക്വയർ ഇതേപോലെ അളവൊന്നുമില്ല, ജസ്റ്റ് ഒരു റാൻഡമായിട്ടൊരു സ്ക്വയർ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അത് ജസ്റ്റ് ഹാഫായിട്ട്, അതായത് ട്രയാങ്കിൾ രൂപത്തിലൊന്ന് മടക്കി കൊടുക്കുക. ഒന്നുകൂടെ മടക്കണം, 2 വട്ടം ട്രയാങ്കിൾ രൂപത്തിൽ മടക്കി കൊടുക്കുക. എന്നിട്ട് ഞാനൊരു ഫ്ലവറിൻ്റെ പെറ്റൽ, അതായത് ഒരു ലീഫിൻ്റെ ഹാഫിന് ഇതേപോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ഇത് വീഡിയോ എടുത്തപ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ല ക്യാമറയുടെ പൊസിഷൻ. അപ്പം ഞാൻ ഇത്തിരി വരച്ചപ്പോൾ ക്യാമറ കിട്ടാത്ത രീതിയിലാട്ടോ ഞാൻ വരച്ചത്. അപ്പം
ഒന്ന് ക്ഷമിക്കുക. എന്നിട്ട് ഇതേപോലെ നമ്മളത് നൂത്തെടുക്കുമ്പോൾ ഇതേപോലെ കിട്ടും കേട്ടോ, ഫ്ലവറിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്ത് വരുമ്പോൾ. എന്നിട്ട് അതിൻ്റെ ഒരു അറ്റത്ത് ആ ഒരു കോർണർ ഭാഗത്തൊരു കുഞ്ഞു വെട്ട് കത്രിക വെച്ചിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ആ ഒരു ഫ്ലവർ എടുത്തിട്ട് ആ ഒരു ഹോളിൽ കൂടെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുക. ഇത്തിരി ഫെവിക്കോളും കൂടെ തേച്ച് ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ, എന്നാലേ അത് നല്ല രീതിയിൽ നിൽക്കത്തുള്ളൂ, അല്ലെങ്കിൽ അത് ഊരിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്തിരി ഫെവിക്കോളും കൂടെ എടുക്കുന്ന അപ്ലൈ ചെയ്തൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗൈസ് വീണ്ടും ഞാൻ ഒരു കുഞ്ഞ് റെക്റ്റാങ്കിൾ ഇതേപോലെ കട്ട് ചെയ്തിട്ട് അതും ഹാഫായിട്ട് മടക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൽ കൂടെ വലിയ ലീഫിൻ്റെ ഒരു ഷേപ്പിൽ ഞാൻ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം നമ്മൾ അറ്റം ഭാഗത്ത് ഇതേപോലെ ഒരു സ്റ്റെമ്മിൻ്റെ രീതിയിലൊന്നിങ്ങനെ ഒരു മാർക്ക് കൊടുക്കണം. ആ ഒരു മാർക്ക് ഇത് കണ്ടില്ലേ, ഈ ഒരു മാർക്കാട്ടോ കൊടുക്കേണ്ടത്. എന്നിട്ട് ഞാൻ അത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ലീഫിൻ്റെ പാറ്റേൺ വരാൻ വേണ്ടി കുഞ്ഞു കട്ടുകൾ ഇതേപോലെ ചെറുതായിട്ട് കുഞ്ഞു കട്ടുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. രാത്രി ആയതുകൊണ്ട് ഇരുട്ടാൻ ഒന്നുകൂടെ പറയാണ് കേട്ടോ. അപ്പോൾ ഫോണിൻ്റെ ഫ്ലാഷ് ലൈറ്റും ലാമ്പിൻ്റെ വെളിച്ചമൊക്കെ വെച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. എന്നിട്ട് പിന്നെ ആ പെൻസിലിൻ്റെ മാർക്കൊക്കെ ഞാൻ ഒന്ന് റേസർ വെച്ചൊന്ന് മായ്ച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളൊരു പെൻസിൽ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് അതൊന്ന് ചുരുട്ടി കൊടുക്കണം. അപ്പോൾ ഇത്തിരി ഫ്ലെക്സിബിളായിട്ട് ഒരു ഒറിജിനാലിറ്റി തോന്നിക്കും. എന്നിട്ട് ആ ഒരു ലീഫിൻ്റെ അറ്റത്ത് ഇതേപോലെ ഫെവിക്കോൾ തേച്ചിട്ട് ഇതേപോലെ ഒട്ടിച്ച് കൊടുക്കുക. ഞാൻ ഒരു ലീഫും കൂടി അതേ രീതിയിൽ ഞാൻ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ ഫ്ലവറിൻ്റെ ഫൈനൽ ലുക്ക്. നല്ല ക്യൂട്ടായിട്ടല്ലേ ഈ ഫ്ലവർ കാണാൻ. നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു 5-6 ഫ്ലവറൊക്കെ വെച്ച് ചെയ്യുക, എന്നാലേ അതിൻ്റെ ഒരു ഭംഗി കിട്ടത്തുള്ളൂ കേട്ടോ. ഇത്രയുള്ള നമ്മളെ വീഡിയോ. എല്ലാവർക്കും ബൈ.